ചാരിറ്റി വീഡിയോകളിലെ ബാങ്ക് അക്കൗണ്ടും QR കോഡും മാറ്റി പണം തട്ടുന്ന സംഘങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടുതലും മുംബൈ കേന്ദ്രീകരിച്ചെന്ന് വിവരം. മുംബൈ ആസ്ഥാനമായ NSDL ബാങ്കിലേതാണ് പരാതി ഉയർന്ന അക്കൗണ്ടുകളിൽ കൂടുതലും. നിരവധി പരാതി നൽകിയിട്ടും ഈ തട്ടിപ്പിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഷമീർ കുന്നമംഗലം ഇട്ട ഈ വീഡിയോ ദിവസങ്ങൾക്കകം അക്കൗണ്ടും QR കോഡും മാറ്റി മറ്റൊരു ഇൻസ്റ്റാ പേജിലെത്തി. ഈ വ്യാജ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും പണം അയക്കാൻ കഴിയും. ഇപ്പോഴും ആക്റ്റീവായി ഈ അക്കൗണ്ട് അടക്കം ദിവസവും നിരവധി പരാതികളാണ് ഉയരുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകൾ വീഡിയോ ചെയ്ത് അരമണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോകൾ അവർ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മളെ ഒറിജിനൽ കേരളത്തിലെ ബാങ്കുകളിലെയും QR കോഡുകളും മാറ്റി അവരുടേതായിട്ടുള്ള വ്യാജ QR കോഡുകൾ, അക്കൗണ്ടുകൾ ഗൂഗിൾ പേ വെച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നത്. മുംബൈ ആസ്ഥാനമായ NSDL ബാങ്കിലേതാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും. എയർടെൽ പേയ്മെന്റ് ബാങ്ക് തുടങ്ങി ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങാൻ കഴിയുന്ന ബാങ്കുകളെയാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. തട്ടിപ്പ് നടന്നവരുടെ അക്കൗണ്ടുകൾ കേരളത്തിന് പുറത്താണെങ്കിലും കേരളത്തിലും അവരുടെ കരങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ്. ഒന്ന് എൻ്റെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്, ഒന്ന് ഫിറോസ് കുന്നംപറമ്പലിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട്. ആ വീഡിയോകൾ തത്സമയമാണ് അരമണിക്കൂർ കൊണ്ട് മറ്റു പേജുകളിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് കൃത്യമായി അറിയുന്ന ആളുകൾ മലയാളികളാണോ എന്ന് വ്യക്തിപരമായി ഞാൻ സംശയിക്കുകയാണ്. നിരവധി പരാതികൾ സൈബർ പോലീസിന് മുന്നിലും ആഭ്യന്തര വകുപ്പിന് മുന്നിലുമുണ്ട്. പക്ഷേ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസെടുത്താൽ തട്ടിപ്പ് അക്കൗണ്ടുകളെ ഫ്രീസ് ചെയ്യിക്കാനെങ്കിലും കഴിയും. എന്നാൽ അതുപോലും നടക്കുന്നില്ല. ജീവിതത്തോട് പടവെട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി നാം നൽകുന്ന നാണയത്തൊട്ടുകൾ തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർ കാണാമറയത്ത് സജീവമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.